MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി സിദ്ദീഖ് കേൾക്കാമോ? കേൾക്കാം. വയനാട്ടിലെ ദുരന്തബാധിതർ ഇപ്പോൾ ഈ ലോൺ എടുത്തവരാകെ ഇപ്പോൾ ബുദ്ധിമുട്ടിലാണല്ലോ. ഈ ബാങ്കുകളിൽ നിന്നുള്ള പ്രശ്നം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അവിടേക്ക് എല്ലാവരും സമരം നടത്തുകയും അതിന്മേലൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. മുത്തൂറ്റ് പോലുള്ള ഫിനാൻസ് സ്ഥാപനങ്ങൾ കുറേ പേർക്കായി നോട്ടീസ് ലഭിക്കുന്നു. അതില് മുത്തൂറ്റ് മാത്രമല്ല, ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ എന്റെ മുമ്പിൽ വന്നതായ 2-3 കേസുകൾ ഞാൻ ഇന്നലെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബത്തേരിയിലെ ഇൻഡസ് ബാങ്ക് ഒരാളുടെ മുത്തൂറ്റ് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഇൻഡസ് ബാങ്ക് ഒരാളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 16,500 രൂപ ഒരു വെഹിക്കിളിന്റെ അടവിലേക്ക് അവർ പിടിച്ചെടുത്തു. എല്ലായിടത്തും സർവ്വവ്യാപിയായി സ്വകാര്യ ധനകാര്യ സ്ഥാപനം അതൊരു ഗുരുതര സാഹചര്യമാണ്. ഈ വിഷയം 3-ാമത്തെ ദിവസം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ലോൺ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യത്തിലും ഇടപെടൽ ഉണ്ടാകണം എന്ന് മറ്റു ധനകാര്യ സ്ഥാപനങ്ങളുടെ വിഷയം പറഞ്ഞതിന്റെ കൂടെ എഴുതി കൊടുക്കുകയുണ്ടായി. രണ്ടാമത് ഇന്നലെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണം. ഞങ്ങൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളോട് ഒരു കാര്യം പറയുന്നു: ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഓഫീസുകൾ പ്രവർത്തിക്കില്ല എന്ന് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും ഗൗരവമായ സാഹചര്യം ഉണ്ടായിട്ടും മനുഷ്യത്വപരമായി പെരുമാറാതെ കഴുകന്മാരുടെ സമീപനം സ്വീകരിക്കുന്നത് അംഗീകരിക്കാൻ സാധ്യമല്ല. അതിനെതിരായിട്ടുള്ള പ്രതിരോധം പൊതുസമൂഹം, ഗ്രാമീണ ബാങ്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു അനുഭവമാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മാന്യമായി ഈ സമയത്ത് പെരുമാറാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രതിരോധവും നിങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ട. സിദ്ദീഖ്, ഇപ്പോൾ ഈ വാടക വീടുകളുടെ കാര്യത്തിൽ വലിയ വാടക ആവശ്യപ്പെടുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം പ്രയോഗിക്കുമെന്ന് സർക്കാർ പറഞ്ഞല്ലോ. അത് ഇതിലും ബാധകമാക്കാവുന്നതല്ലേ? തീർച്ചയായും ഇത് സർക്കാർ ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളുടെ യോഗം വിളിച്ചു ചേർത്ത് ഒരു നടപടിയും എടുക്കരുത് എന്നുള്ളതും ഇവരുടെ വായ്പകളെ ക്രമീകരിക്കാനുള്ളതായ നടപടികളും അടിയന്തരമായി സ്വീകരിക്കാനുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ദുരന്ത നിവാരണ നിയമപ്രകാരം തന്നെ ഇവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താനുള്ള നടപടികൾക്ക് സർക്കാർ നേതൃത്വം കൊടുക്കണം. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ പണമിടപാട് സഹകരണ ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സർക്കാരിൻ്റെതായിരിക്കുന്ന ബാങ്കുകളുണ്ട്, കേരള ഗ്രാമീൺ ബാങ്ക് ഉൾപ്പെടെ. അത്തരം ബാങ്കുകളിൽ വായ്പ എടുത്തതായിരിക്കുന്ന ആളുകൾക്ക് മൊറട്ടോറിയം കൊണ്ട് ഒരു കാര്യമില്ല. പകരം വേണ്ടത് പുനഃക്രമീകരണം കൊണ്ടും കാര്യമില്ല, റീസ്ട്രക്ചറിങ് കൊണ്ടും കാര്യമില്ല. വേണ്ട നടപടി മുതൽ സർക്കാരും പലിശ ബാങ്കും അങ്ങനെ എന്തെങ്കിലും ഒരു സ്കീം കൊണ്ടുവന്ന് സർക്കാർ ഈ ലോണുകൾ മുഴുവൻ ടേക്ക് ഓവർ ചെയ്ത് അവരെ ഈ വലിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള നടപടിയാണ് സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിക്കും എന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. സർക്കാരിന്റെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവണം. തീർച്ചയായും. വളരെ നന്ദി സിദ്ദീഖ് MLA ഇപ്പോൾ പ്രതികരിച്ചതിന്.